നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. ഇന്ന് MLA.comൽ നമ്മോടൊപ്പം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MG ആണ്. അദ്ദേഹത്തിന് നാട്ടിൽ അറിയപ്പെടുന്നത് സജി ജോസഫ് എന്നുകൂടിയാണ്. കന്നി അംഗത്തിൽ തന്നെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട യുവ MLA കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പൂഞ്ഞാറിൽ ശക്തമായ പോരാട്ടമായിരുന്നു. UDF നിന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MGയും അപ്പം LDF നിന്ന് സെബാസ്റ്റ്യൻ കൊളത്തെങ്കിലായിരുന്നു. BJP നിന്ന് ശക്തനായ എതിർ സ്ഥാനാർത്ഥി ഒപ്പം നമ്മുടെ PC ജോർജ്. അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വിശേഷണങ്ങളുണ്ട്. അദ്ദേഹം പല സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു പഠിച്ചത്. മുൻ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി അദ്ദേഹം ചെയർമാനായി പാല സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ചെയർമാനായിട്ടുണ്ട്. മറ്റനേകം പദവികൾ വഹിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിച്ചറിയാം MLAക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ജനങ്ങളോട്. ഒപ്പം പൂഞ്ഞാറിൽ അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന യുവ MLA നടത്താൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. രണ്ട് സെബാസ്റ്റ്യന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു തവണ. അതെ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഒപ്പം താങ്കളും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തരായ എതിരാളി അപ്പുറത്ത് PC ജോർജും ഉണ്ട്. ത്രികോണ മത്സരമായിരുന്നു. എന്താണ് ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നോ? കന്നി അംഗത്തിൽ തന്നെ ജയിച്ച് നിയമസഭയിൽ എത്തുമ്പോഴുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അത് 100% വിജയിച്ചിരിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് തന്നപ്പോൾ മത്സരിക്കാൻ തന്നെ തയ്യാറായത്. ഞാൻ പ്രത്യേകിച്ചും പൂഞ്ഞാർ നിയോജകമണ്ഡലം എന്നുള്ളത് UDFന് കോൺഗ്രസ്സിന് വളരെ വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. കാലങ്ങളായി ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും ഇതോടൊപ്പം ഘടകകക്ഷികൾ തന്നെ വിവിധ മുന്നണികൾ മാറി മത്സരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ ദുർബലപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് അടിവേരുകൾ എപ്പോഴും നല്ല ശക്തമായിരുന്നു. ഒരു മത്സരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ശരിയായ സ്ഥാനാർത്ഥി വന്നപ്പോൾ പാർട്ടി മെഷീനറികളെല്ലാം വളരെ സജീവമായി. അതാണ് പ്രധാനമായ വിജയത്തിൻ്റെ ഒരു ആധാരം. കൂടാതെ വിജയത്തെ സംബന്ധിച്ച് നമ്മളൊരു പ്രൊജക്റ്റ് പോലെയാണ് ഏത് കാര്യം. കൃത്യമായ പ്ലാനിങ് ഉണ്ടാകണം. ഞാൻ സാധാരണഗതിയിൽ ഒരു മത്സരത്തിലും പരാജയപ്പെടാറില്ല, ഇന്നുവരെയും പരാജയപ്പെട്ടിട്ടുമില്ല. അപ്പം വളരെ തന്നെ MLA ആവുകയും ചെയ്തു. ഞാൻ 24 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ് ഈ പഞ്ചായത്തിൽ. അതിനുശേഷം നീണ്ട 30 വർഷമായിട്ട് തുടർച്ചയായി UDF കോൺഗ്രസ് ആണ് ഈ പഞ്ചായത്തും തലപ്പല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ഭരിക്കുന്നത്. അതൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ അങ്ങ് മത്സരിച്ച് ജയിക്കുന്നതുകൊണ്ടല്ല. അപ്പം ജനങ്ങൾക്ക് ക്ഷേമകരമായ പദ്ധതികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും ജനങ്ങൾ അട്രാക്റ്റീവ് ആകുന്നത്. അവരുടെ ഫ്യൂച്ചർ, അവരുടെ സാമ്പത്തിക സ്ഥിതി, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികൾ, പ്രോജക്റ്റുകൾ, അവർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടു. കാരണം ധാരാളം പേർ MLA കാണാൻ ഇവിടെ എത്തുന്നു. MLA അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്തൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ? എങ്ങനെയാണ് മനസ്സിലുള്ള പദ്ധതികൾ? എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്? പലപ്പോഴും പല MLAമാരും അല്ലെങ്കിൽ ഭരണാധിപന്മാരും വിചാരിക്കുന്നത് എന്തെങ്കിലും അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഞാൻ അതിനേക്കാൾ ഊന്നൽ നൽകുന്ന മാക്രോ എക്കോണമിക് പോളിസി എന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ള ഫണ്ടുകൾ ജനങ്ങളുടെ കയ്യിലെത്തുന്ന, ജനങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളിൽ ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ജനങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുമ്പോൾ ക്രയശേഷി കൂടും. ആ ക്രയശേഷി കൂടുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വാങ്ങലിൽ നിന്ന് കിട്ടുന്ന നികുതിയാണ് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണകരമായി വരുന്നത്. അതിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ ജനദ്രോഹപരമായ കാര്യം, ഉൽപാദന മേഖലകളിൽ 1 രൂപ മുടക്കാതെ കടമെടുത്ത് പൂർണ്ണമായും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെ മുടക്കുകയും അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റിട്ടേൺ വരാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെടാനുള്ള ഭയങ്കരമായി കടക്കണിയിലാക്കി. അതിൻ്റെ ന്യായീകരണമൊന്നുമില്ല. ബഹുമാനായ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിക്കുമ്പം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മറുപടി പോലും അവിടെ ഇരിക്കുന്ന മുൻ മുഖ്യമന്ത്രിക്കോ
ധനകാര്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിന് ഒന്നും പറയാനില്ല. അല്ല, പ്രതിപക്ഷ നേതാവിന് പറയാനില്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് വളരെ സുതാര്യമായി ഈ കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് ചെയ്ത അബദ്ധജടിലമായ കാര്യങ്ങളാണ് കേരളത്തെ ഇത്രയും വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും വലിയ തോതിലുള്ള യുവാക്കളുടെ കുടിയേറ്റം മറ്റു മേഖലകളിലേക്ക്, വിദേശ രാജ്യങ്ങളിൽ ഇല്ലെങ്കിൽ പോലും ചെന്നൈ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ കടന്നുപോയി. യുവാക്കളെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സ്വപ്ന പദ്ധതികളും അദ്ദേഹത്തിന്റെ ബജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിസാരമായ കാര്യങ്ങളേ ഉള്ളൂ. കാരണം അതിന് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വലിയ നയങ്ങൾ ഇവിടെ നടപ്പാക്കുമ്പോൾ വലിയ സാമ്പത്തിക മാറ്റം ഉണ്ടാകും. പ്രധാന കാര്യം ബഡ്ജറ്റിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, 2ാം ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ലാൻഡ് പൂളിംഗ് ഉണ്ട്. ലാൻഡ് പൂളിംഗ് വന്നാൽ മാത്രമേ കേരളത്തിൻ്റെ വികസനത്തിന് സാധ്യമാകുള്ളൂ. ഇവർ LDF ഗവൺമെൻറ് വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഭൂപരിഷ്കരണം. സാധാരണക്കാരെയും കൃഷിക്കാരെയും പാവപ്പെട്ടവരെയും രക്ഷപ്പെടുത്തിയെന്ന്. ഇത്ര അബദ്ധജടിലമായ ഒരു നിയമം ലോകത്തൊരിടത്ത് ഉണ്ടാക്കാത്ത. അതിൻ്റെ കാരണം പറയാം. 1963 കൊണ്ടുവന്ന നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഒരു കുടുംബത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുകളിലുള്ളതെല്ലാം തോട്ടഭൂമിയാക്കി. അപ്പോൾ 6 ഇനം വിളകൾ മാത്രമേ അതിൻ്റെ അകത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ചൈനയിൽ ഇങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? കമ്മ്യൂൺ എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റിലുണ്ടാകുന്ന സംഗതികൾ അവിടെ തന്നെ ചെലവഴിച്ചോണം, അടുത്ത സ്റ്റേറ്റ് വിൽക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അക്യൂട്ടായിട്ട് ആരും പഠിച്ചിട്ടില്ല. ഇതാണ് ചൈനയുടെ യഥാർത്ഥത്തിലുള്ള തകർച്ചയ്ക്ക് അന്നത്തെ 1979 മാവോ സെതോ സിംഗിൻ്റെ കാലത്തുള്ള തകർച്ചയ്ക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസമാണെന്ന് ട്രേഡിന് അവർ സമ്മതിക്കത്തില്ല. ഇത് തന്നെയാണ് ഭൂപരിഷ്കരണത്തിലും വന്നത്. അതിൻ്റെ കാരണം ഈ 15 ഏക്കറിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞപ്പം ബുദ്ധിയുള്ള ആളുകളെല്ലാം തോട്ടമാക്കി മാറ്റി. തോട്ടത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് കുറച്ച് വരുമാനമൊക്കെ കിട്ടുമായിരുന്നു. അതേസമയം പാവപ്പെട്ടവർക്ക് അവിടെ ഒരു വീട് വെക്കാനോ തോട്ടത്തിൽ അവിടെ മറ്റ് കൃഷികൾ മാറ്റി ചെയ്യുവാനോ ഒന്നും സാധിക്കാതെ 60 വർഷം കേരളത്തെ പിന്നോട്ടടിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇതിനൊരു ഉദാഹരണം, ഈ 15 ഏക്കറിൽ താഴെ ആളുകളുടെ കയ്യിൽ വെച്ചപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ പല കുടിയാന്മാരെയും അല്ലാതെ പാവപ്പെട്ടവരെയൊക്കെ ആളുകൾ ഇറക്കി വിടുകയോ കാര്യം ചെയ്തപ്പം അവരെല്ലാം തോടിൻ്റെ ഇണ്ടിയലോ മലങ്കെട്ടുകളിലോ, ഈ കോളനികൾ ശ്രദ്ധിച്ചോ, കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും മലങ്കെട്ടുകളിലായി പാവങ്ങളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണം, കൃഷി ചെയ്ത് അവിടെ മെച്ചപ്പെടുത്തി തൊട്ടപ്പുറത്ത് നല്ല ഒന്നാന്തരം തോട്ടങ്ങൾ കിടക്കുക. ആ തോട്ടത്തിൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഇത് ആരോട് പറഞ്ഞിട്ടുള്ള വികസനമാണ്? ജനങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെയാണ് പണം എത്തേണ്ടത്? അതാണ് MLAയുടെ മെയിൻ ഒരു ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? അതിനൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. അതായത് റബ്ബർ വില കഴിഞ്ഞ 10 വർഷമായിട്ട് നിൽക്കുന്നത് 140-150 രൂപയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അതിന് സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണ്. റബ്ബർ വില 250 രൂപ ആക്കണം. കാരണം UDFിൻ്റെ തീരുമാനം തന്നെ 250 ആക്കണമായിരുന്നു. ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ 250 രൂപ പ്രഖ്യാപിച്ചു. അതായത് ഒരു വർഷം 7 ലക്ഷം ടൺ റബ്ബറാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം 100 രൂപ കർഷകരുടെ നിന്ന് നഷ്ടം വരുമ്പോൾ 7000 കോടി രൂപയാണ് ഡ്രെയിൻ ഔട്ടായത് കർഷകരുടെ നിന്ന് കഴിഞ്ഞ ഒരു വർഷം. 10 വർഷവും കൊണ്ട് 70,000 കോടി രൂപ. ഈ 10 വർഷം മുമ്പും റബ്ബറിന് 260-270 രൂപ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുടെ ക്രയശേഷി കൂടിയപ്പോൾ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടിക്കൊണ്ടേയിരുന്നു. അന്ന് ഒരു ചായക്ക് 3 രൂപ ഉണ്ടായിരുന്നു, ഇന്നത് 15 ആയി. അന്ന് അരിക്ക് 10 രൂപ 12 രൂപ ഉണ്ടായിരുന്നു, ഇന്ന് 40, 45, 50 ആയി. എന്നാൽ ഈ വില കൂടിയത് സാധനങ്ങളുടെ, ജനങ്ങളുടെ പർച്ചേസിങ്ങിലുള്ള സാധനങ്ങളുടെ വില കൂടിയെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കുമായിരുന്ന റബ്ബറിൻ്റെ വില നേരെ താഴോട്ടും പോയി. അത് വലിയൊരു അപകടം വന്നു. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതോടനുബന്ധിച്ച് ഭൂമിയുടെ വിലയും താഴോട്ട് പോയി. ഇത് 10 വർഷം കൊണ്ട് 70,000 കോടി രൂപയാണ് മധ്യ കേരളത്തിൽ നിന്ന് സാധാരണ 6.5 ലക്ഷം കർഷകരുടെ കയ്യിൽ നിന്ന് നഷ്ടമായത്. അപ്പം അവിടെ വന്ന വലിയ അപകടം അവരുടെ ക്രയശേഷി നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഞാൻ പറഞ്ഞ മാക്രോ എക്കോണമിക് പോളിസി. അവിടെ തോമസ് പിക്കറിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഒരു തിയറിയുണ്ട്. അദ്ദേഹം ഏതാണ്ട് 19 വർഷം ഗവേഷണം നടത്തിയ ശേഷം എഴുതിയതാണ് ബുക്ക്. അതായത് ഗവൺമെൻറ് ഒരാളുകൾക്ക് 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുത്താൽ ഒരു വർഷം കൊണ്ട് 4 വട്ടം മറിഞ്ഞു കഴിയുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ആ 10,000 രൂപ തിരിച്ചു വരും.
അതേ സെയിം സിസ്റ്റം തന്നെയാണ് ഈ സപ്പോർട്ട് പ്രൈസിൽ കാർഷിക രംഗത്ത്. റബ്ബർ മാത്രമല്ല, നെല്ലായിക്കോട്ടെ മറ്റു വിളകളായിക്കോട്ടെ കൊടുക്കുമ്പോൾ സർക്കാരിലേക്ക് താൽക്കാലികമായി സർക്കാർ കൊടുക്കുന്ന പണം ഒരു വർഷം കൊണ്ട് ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിക്കുകയും ആ പണം ജനങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മാറ്റം വരും. അത് ടാക്സ് ആയിട്ടും തൊഴിലായിട്ടും തിരിച്ചു വരുമ്പോൾ ഗവൺമെൻറ് ഒരു നഷ്ടം വരുന്നില്ല. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ ചെയ്ത അതുതന്നെയാണ് MNRG സ്കീം, തൊഴിലുറപ്പ് പദ്ധതിയിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ സ്കീം. ആ ഒറ്റ പദ്ധതിയിൽ തന്നെ ഒരു തവണ UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ഒരിക്കലും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇവർ മീഡിയയിലും മറ്റ് സംവിധാനങ്ങളിലുള്ള പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന UDF കൊണ്ടുവന്നുള്ള ആശയങ്ങൾ മാത്രമാണ് കേരളത്തെ എപ്പോഴും സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിന് യാതൊരു തർക്കവുമില്ല. വിഴിഞ്ഞം തുറമുഖം പദ്ധതി അടക്കം അതിന്റെ ഉദാഹരണങ്ങളാണല്ലോ. ഉമ്മൻചാണ്ടി കൊടുത്ത പദ്ധതി അല്ലെ ഇപ്പൊ തുടർച്ചയായിട്ട് അവർ ചെയ്തത്. ചുമ്മാ ഉപരിപ്ലവമായിട്ട് പറയാം ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതി, അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്, അന്ന് DYFയുടെ നേതാവായിരുന്ന ഒരു മിടുക്കനുണ്ട് S ശർമ്മ. എൻ്റെ നെഞ്ചത്തൂടെ മാത്രമേ വിമാനം ഓടി ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് മിടുക്കൻ അതിൻ്റെ പിന്നെ മന്ത്രിയായപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് വന്നു. ഇതാണ് ഇവരുടെ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതിബദ്ധതയില്ലാതെ വർത്തമാനം പറയുക, സമൂഹത്തോടൊരു കൂറില്ലാതെ വർത്തമാനം പറയുക, വെറും പാർട്ടി ചിന്തകളും പാർട്ടി തീരുമാനങ്ങളും. അവരുടെ തലച്ചോറ് പണ്ടേ ഉറഞ്ഞു പോയവരാ. അതുകൊണ്ട് ജനം അവരെ പൂർണ്ണമായും നിരാകരിച്ചു. ഇനി ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ അധികാരത്തിൽ വരില്ല. യുവാക്കളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ. അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിദേശത്തേക്ക് തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായി ബജറ്റിൽ പറഞ്ഞു. ഈ ഗവൺമെന്റ് പ്രിയങ്കരനായ VD സതീശൻ വളരെ ഭൗതികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനം വളരെ കൃത്യമായി പറയാം. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റം വരുന്നില്ലെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ യുവാക്കൾ വിദ്യാർത്ഥികൾ നിരക്ഷരരായി മാറും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും തമ്മിലുള്ള കോറിലേഷനിലൂടെ ലോകത്തെ മാറ്റിമറിക്കുകയാണ്. മനുഷ്യബുദ്ധിയുടെ 10 ലക്ഷം ഇരട്ടി വേഗത്തിൽ ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യുകയും അതൊരു പ്ലാറ്റ്ഫോം പോലെ നമ്മുടെ മനുഷ്യബുദ്ധി വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു 8 വർഷം പുറകിലാണ്. അതിൻ്റെ സിമ്പിൾ ഉദാഹരണം പറയാം. ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ പദ്ധതികൾ വിദേശ സർവകലാശാലകൾ, സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള നിരവധി സർവകലാശാലകളും കോളേജുകളുമായി ചേർന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി നവീകരിക്കണം. ചൈന ഈ അടുത്ത കാലത്ത് 12,000 കോഴ്സുകളാണ് കൺവെൻഷണൽ കോഴ്സുകളാണ് പ്രയോജനമില്ലാതെ റദ്ദ് ചെയ്ത് കളഞ്ഞത്. അപ്പം കേരളത്തിൽ അടിയന്തരമായി വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സമഗ്രമായ മാറ്റങ്ങളാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ 50% ആളുകൾ 28 വയസ്സിൽ താഴെയാണ്. അവർക്ക് വേണ്ടി ഈ ഗവൺമെൻറ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെ ഇടതുപക്ഷ കക്ഷികളോ മറ്റ് കക്ഷികളിലോ പോയി കൈ ചുരുട്ടി അന്തരീക്ഷത്തിലിടിച്ച് വെറുതെ ആയുസ് കളയരുത്. എൻ്റെ ഡിമാൻഡ് അതാ യുവാക്കളോട്. കാരണം ഒരിക്കൽ മാത്രമേ ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ആശയത്തിൽ പോയി കുടുങ്ങി അത് കോൺഗ്രസ് ആണെങ്കിലും തിരുത്തേണ്ടതാണെ അപ്പം തിരുത്തിയിരിക്കണം. അത് പൂർണ്ണമായും ലോകത്ത് പരാജയപ്പെട്ട ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൻ്റെ ഡ്രൈ ആയി ഉണങ്ങി വരേണ്ട ആശയങ്ങളുമായി വീണ്ടും ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും പിന്നെ കുറേ പേര് സർവീസ് സംഘടനകളുണ്ട്. അത് അവരുടെ സംവിധാനങ്ങളെ പിടിച്ചു നിർത്താനും ജോലി ചെയ്യാതിരിക്കാനുമുള്ള സംഭവങ്ങളാണ് ഇടതുപക്ഷ സർവീസ് സംഘടനകൾ ഈ സർക്കാരിൻ്റെ അകത്ത് കയറി നിന്നുള്ള പ്രവർത്തനം. അതൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങൾ. അവരെയൊക്കെ ആ കാര്യത്തിൽ ചെക്ക് ചെയ്യേണ്ടതും കറക്റ്റ് ചെയ്യേണ്ടതും സമയം കഴിഞ്ഞു. കാരണം 5.5 ലക്ഷം ആളുകൾക്ക് വേണ്ടി കേരളത്തിലെ സമ്പത്തിൻ്റെ 78% പലിശ, പെൻഷൻ, ശമ്പളം കൊടുക്കുക. ഞാനതിന് എതിരൊന്നുമല്ല. പക്ഷേ അവർ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ രാവിലെ ഇറങ്ങി കക്ഷത്തിലൊരു ബുക്കും വെച്ച് യൂണിയൻ പ്രവർത്തനം, ആ പരിപാടി നിർത്തണം. ഞാനത് ബഹുമാനായ മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ പണിയൊന്നും ഇല്ലാതെ ലോകത്തൊരിടത്തും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളാണ്. അല്ല, ഞാനിത് പറയാൻ കാരണം ജോലി ചെയ്യാതെ ജീവിക്കാമെന്നുള്ള ഗവേഷണം നടത്തുന്ന ആളുകളാണ് ഈ ഇടതുപക്ഷ സംഘടനകളിലുള്ളത്. ഒന്ന്. രണ്ടാമത്, അഴിമതി എങ്ങനെ കാണിക്കാമെന്നുള്ള ഗവേഷണം നടത്തി PhD എടുത്തിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 5 വർഷം. ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ട് കാണില്ല. അതായത്
പൂഞ്ഞാർ പാലാ നിയോജക മണ്ഡലത്തിൽ ജൽജീവൻ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ആ ജൽജീവൻ പദ്ധതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, കേരളത്തിൽ മൊത്തം 40,000 കോടി രൂപയുടെ 20,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും 20,000 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും. ഈ ജൽജീവൻ പദ്ധതിയിൽ ഇവിടുത്തെ പമ്പിങ് സിസ്റ്റം, വെള്ളം പമ്പ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ യാതൊന്നും തീർന്നിട്ടില്ല. ഇവിടെ മലങ്കര തുടങ്ങിയിട്ടേ ഉള്ളൂ, 50% പോലും ആയില്ല. ഏതാണ്ട് 37ഓളം കോൺക്രീറ്റ് ടാങ്കുകൾ, അതിൻ്റെ അകത്ത് 30ഓളം സ്റ്റീൽ ടാങ്കുകൾ. ഇതിൽ 37ഓളം കോൺക്രീറ്റ് ടാങ്കുകൾ ഒരു 10 എണ്ണം പോലും തീർന്നിട്ടില്ല. മുണ്ടക്കയത്തുള്ള പമ്പിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടില്ല. ഇതിന് മുമ്പായിട്ട് ഇവിടെ ലോകം മുഴുവൻ പൈപ്പ് മേടിച്ചിട്ടു. പൈപ്പ് മേടിച്ചിട്ടിട്ട് അത് കുഴിച്ചെല്ലാം ഇട്ടില്ല, കുഴിച്ചിട്ടിട്ട് ആ ജൽജീവൻ മിഷൻ്റെ ഉത്തരവാദിത്വം വേണമായിരുന്നു ഇവിടുത്തെ റോഡുകൾ ക്ലിയർ ചെയ്ത് കുഴിച്ചിട്ട സ്ഥലം ടാർ ചെയ്ത് തിരിച്ച് PWD ഏൽപ്പിക്കണം. ഇതൊന്നും നടന്നില്ല. ജനങ്ങൾ മുഴുവൻ കുഴിച്ചിട്ടെടുത്ത് കട്ടറി വീണ് ബസ് സർവീസ് ഉണ്ടായിരുന്നതെല്ലാം നിന്ന് കഴിഞ്ഞു. കുടിവെള്ള ക്ഷാമത്തിൻ്റെ പദ്ധതി അല്ല ആ പദ്ധതി എന്ന് പറഞ്ഞാൽ അഴിമതിക്ക് വേണ്ടി ഇവർ ഗവേഷണം നടത്തി ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ ഒറ്റ കാര്യം പറയാം, കേരളത്തിൽ ആരെങ്കിലും ഒരു വീട് പണിയുമ്പം ആദ്യം PVC പൈപ്പ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ സുബിതയോട്. PVC പൈപ്പ് മേടിച്ചിട്ട് ആരെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മൺപൈപ്പ് മേടിച്ചിട്ട് ഇരുമ്പ് പൈപ്പ് മേടിച്ചിട്ടിട്ട് വീട് പണി തുടങ്ങിയിട്ടുണ്ടോ? വീട് ആദ്യം പണിയുമ്പോൾ എന്താ വേണ്ടത്? കട്ട വേണം, സിമെൻറ്റ് വേണം, കല്ല് വേണം. ഇതെല്ലാം പണിത് വീടിൻ്റെ ഒരു 50% കവർ ചെയ്യുമ്പോഴേ പൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ആവശ്യമുള്ളൂ. അവസാനമാണ് പൈപ്പിൻ്റെ വർക്കിലേക്ക് വരുന്നത്. ഒരു 75% പണി കഴിഞ്ഞു. പൈപ്പ് ആദ്യം മേടിച്ചിട്ടു. എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇവർ ചെയ്ത വൃത്തികേട് എന്താണെന്നറിയോ? നബാർഡിൽ നിന്ന് 7,000 കോടി രൂപ കടമെടുത്തു. 9,000 കോടി രൂപ, 7.5% പലിശ. ഇതെല്ലാം കണക്കുള്ളതല്ലേ? അത് എടുത്ത് പൈപ്പ് കമ്പനിക്കും ബാക്കിയുള്ളവർക്കും കൊടുത്ത് കമ്മീഷൻ മേടിച്ച് സ്ഥലം വിട്ടു. PM ശ്രീ പദ്ധതിയുമായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചു, ഈ സർക്കാർ തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് UDF ഒറ്റക്കെട്ടാണോ? എങ്ങനെയാണ്? അല്ല, UDFിൻ്റെ തീരുമാനങ്ങൾ അത് മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് ഗുണകരമാണെങ്കിൽ നടപ്പാക്കും. അതാണ് UDFിൻ്റെ തീരുമാനം. അതെന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ അകത്തെ ആശയങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക്, വിദ്യാഭ്യാസ രീതിയാണ്, കുട്ടികൾ പഠിക്കേണ്ടതാണ്, അത് RSSന്റെ അജണ്ട നടപ്പാക്കി മുന്നോട്ട് പോകണോ എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെങ്ങനെ പറഞ്ഞ ചിരി വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ RSSന്റെ അജണ്ട, BJPയുടെ അജണ്ട, 2 കാര്യങ്ങൾ അടുത്ത 15 വർഷത്തിനകം തകർന്നടിഞ്ഞു പോകും. ഒന്ന് മെഡിക്കൽ രംഗം. കാരണം മെഡിക്കൽ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടൊപ്പം നിരവധി R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് 8-10 വർഷം കൊണ്ട് തീരുന്നത് വെറും 3 മാസം 6 മാസം കൊണ്ട് റിസർച്ച് വരിക. ഞാനിത് ബേസ് പോയിന്റ് ഇട്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ആ റിസർച്ചിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാവോ? മനുഷ്യൻ്റെ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം അസുഖങ്ങൾ ഒരു 25 വർഷത്തിന് എലിമിനേറ്റ് ആവും. ക്രിസ്പർ സാങ്കേതിക വിദ്യ വെച്ച് ജീൻ എഡിറ്റിംഗ് ഉള്ള നിരവധി കാര്യങ്ങളിലൂടെ മനുഷ്യൻ്റെ ഏജ് കട്ടിങ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന സത്യങ്ങൾ, ഇതെല്ലാം ഇതിലേക്ക് കടന്നു വരിക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്താവട്ടെ, മെഡിക്കൽ രംഗത്താവട്ടെ, നിരവധി തൊഴിൽ സാധ്യതകൾ. അതിനൊപ്പം തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിമറിക്കുന്നു. നമുക്ക് മെഡിക്കൽ രംഗത്താണ് ഏറ്റവും കൂടുതൽ. മറ്റ് വിഷൻ എങ്ങനെയാണ്? എല്ലാ രംഗത്തും ഒക്ടോപ്പസ് പിടിച്ചിരിക്കുന്നത് പോലെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾ ഡെവലപ്പ് ചെയ്തു. IT സെക്ടറിൽ 50% തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് വളരെ വലിയ ഭീതി ആ രംഗത്ത് നിലനിൽക്കുക. ആ ഭീതി നിലനിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ആ കമ്പനിയുടെ ആസ്തി 4 വർഷം കൊണ്ട് 33 ലക്ഷം കോടി രൂപയാണ് ആയത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 50% ബഡ്ജറ്റാണ് ഒറ്റ കമ്പനി 4 വർഷം കൊണ്ട് ഗെയിൻ ചെയ്തത്. ഇതൊരു ഇൻ്റലക്ച്വൽ വാറാ, ഇതൊരു ടെക്നോളജിക്കൽ വാറാ. ഇത് മനസ്സിലാക്കാത്ത ഒരു ഗവൺമെന്റിനും ഒരു പ്രസ്ഥാനത്തിനും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഇൻ്റലക്ച്വൽ വാർ അവരവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആയുധം വെച്ച് പണ്ട് നമ്മളെ കീഴടക്കിയതുപോലെ ഒരു ഇൻ്റലക്ച്വലിലും ടെക്നോളജിയിലും വാർ നടന്നുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കി ബഹുമാന്യായ മുഖ്യമന്ത്രി കൃത്യമായി പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം. ഇവർ 33 ലക്ഷം കോടി നേടിയല്ലോ ആന്ത്രോപിക്. അടുത്ത കമ്പനി NVIDIA എന്ന് പറയുന്ന ചിപ്പ് മേക്കിംഗ് കമ്പനി $1 ട്രില്യൺ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവരുടെ ആസറ്റ് ഇത് കൊണ്ട് കയറിപ്പോയത്.
എന്ന് പറഞ്ഞാൽ $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 95 ലക്ഷം കോടി രൂപ ഇന്ത്യൻ റുപ്പി വെച്ച് കണക്ക് കൂട്ടിയാൽ 95 ലക്ഷം കോടി രൂപ. ഇന്ത്യ എവിടെ പോയി നിൽക്കും? കേരളം എവിടെ പോയി നിൽക്കും? ഞാൻ പറഞ്ഞത് ഒരു ടെക്നോളജി വെച്ച് ഒരു മീനിച്ചിലാറിലോ അല്ലെ പോകുന്ന വെള്ളം പോലെ പണം കുത്തി ഒഴുകി പ്രത്യേകമായ ചില കമ്പനികളിലേക്ക് പോവുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് ഭാഗവാക്കാക്കിയിരിക്കുന്ന ആരാ? നമ്മുടെ IIT നിന്ന് പോയിരിക്കുന്ന പിള്ളേരും അതുപോലെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് പോയ നിരവധി ആളുകൾ അതിൻ്റെ അകത്ത് പങ്കാളിത്തമുണ്ട്. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർത്തി ഈ പ്രവർത്തനങ്ങളുടെ ഇന്ത്യയിൽ നിർത്തണം, അതിനോടൊപ്പം കേരളത്തിൽ നിർത്തണം. അതിന് തുടക്കം കുറിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ പ്ലാനിങ് വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങും വിഷനുമായി ചേർന്ന് നിൽക്കുന്നു. എൻ്റെ മനസ്സ് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. ഈ ജെൻസി പ്രക്ഷോഭത്തില് ഈ ജെൻസികൾ ഇങ്ങനെ ഈ ഒരു പാർട്ടി വന്നത് ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമില്ലാത്ത അത് സമ്മതിക്കേണ്ടി വരില്ലേ? കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആണോ ജയിച്ചത്, CJP ആണോ ജയിച്ചത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അത് താൽക്കാലികമായ ഒരു സംഭവം. ഓരോന്നിനെയും ആ വസ്തുതകളെ വിലയിരുത്തി ചിന്തിക്കണം. ഇപ്പോഴത്തെ അവരുടെ പ്രക്ഷോഭണം ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ജെൻസി ഉയർത്തിയ സംവിധാനത്തിന്റെ പേരിൽ ആ പ്രക്ഷോഭണം ഒരു പരിധിവരെ വിജയിച്ചു. പക്ഷേ അവരൊരു ആശയത്തിലല്ല വർക്ക് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നാൽ ഗാന്ധിജി നെഹ്റുവും കൊണ്ടുവന്ന ആശയം, നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന വലിയ എറ്റേണൽ ട്രൂത്ത് ഓഫ് ഫിലോസഫിയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ പരിഷ്കരിക്കണം. കാലാനുസൃതമായി ഗാന്ധിജിയും നെഹ്റുവും കൊണ്ടുവന്ന കോൺഗ്രസിന്റെ ആശയങ്ങൾ, ബേസ് ആശയം കറക്റ്റാണ്. പക്ഷേ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പരിഷ്കരിച്ച് കോൺഗ്രസ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കോൺഗ്രസിന് ഒരു പ്രശ്നം വരില്ല. എന്തുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലൊക്കെ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ ഒരു പാർട്ടികൾ നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് മുന്നിട്ട് വരാതെ എന്തുകൊണ്ടാണ്? അവസാന നിമിഷത്തിൽ രാഹുൽ ഗാന്ധി എത്തിപ്പെടുന്നു. അതാണ് ചോദ്യം. കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഇതൊരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയ ഫൈറ്റാണ് നടക്കുന്നത് ഇപ്പം ലോകത്ത്. ആ സോഷ്യൽ മീഡിയയിൽ ആര് ഗെയിൻ ചെയ്യുന്നോ അവരിലേക്ക് ജെൻസികളല്ല ചെറുപ്പക്കാർ ഒഴുകിയെത്തും. അത് അപ്പോൾ ഉണ്ടാകുന്ന ആശയത്തിന്റെ പേര് വരുന്ന അതിന് പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഈ പ്രക്ഷോഭണം അതിനോടൊപ്പം തന്നെ തീരും. പക്ഷേ കോൺഗ്രസിന്റെ ആശയം എന്നും ലോകത്ത് നിലനിൽക്കുന്ന, BJPയുടെ ആശയം നിലനിൽക്കുകയില്ല. കാരണം എല്ലാവരെയും ഒന്നായി വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ഹൈന്ദവരൊന്ന്, മുസ്ലിംസ് ഒന്ന്, അല്ലെ ക്രിസ്ത്യൻസ് ഒന്ന്, പഞ്ചാബികൾ, അങ്ങനെയൊന്നും ഇല്ല. ലോകം തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഇന്റർനെറ്റ് ആദ്യം തന്നെ ലോകത്തെ ഒരുമിപ്പിച്ചു. ഒരു മിനിമം 50 വർഷത്തിനുള്ളിൽ ലോകം തന്നെ ഒരുമിച്ചാകും. രാജ്യങ്ങൾ ഒരുമിച്ച് പോകും. കാരണം ഇതിനൊന്നും ആവശ്യമില്ല. നമ്മളെപ്പോലെ നമ്മുടെ സ്വന്തം സഹോദരന്മാരാ ചൈനയിലോ അല്ലെ പാകിസ്ഥാനിലോ അമേരിക്കയിലോ റഷ്യയിലോ കിടക്കുന്ന യുദ്ധത്തിന്റെ പ്രസക്തി പോയി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറഞ്ഞ 2ാമത്തെ ഭൗതിക ശാസ്ത്രജ്ഞൻ ലോകത്തിലെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ 400 വർഷത്തിൽ കൂടുതൽ നിൽക്കത്തില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനം എന്താ? നമ്മൾ ഭൂമിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം മാർസിലും അതോടൊപ്പം മൂണിലും പോകുന്നത് മാത്രമല്ല, അപ്പം ബോഡിലി പോകുമായിരിക്കും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ രാമായണത്തിൽ ഒരു കഥയുണ്ട്. ആ കഥയിൽ രാവണൻ വരുന്നത് പുഷ്പക വിമാനത്തിലാണ്. എത്രയോ നൂറ്റാണ്ടുകൾ എഴുതാ പുഷ്പ വിമാനത്തിലാണ്. ആ പുഷ്പവിമാനത്തിലാണ് ഇന്ന് നരേന്ദ്രമോദിയും ട്രംപും നടക്കുന്നത്. 8000 കോടി രൂപയുടെ എയർഫോഴ്സ് 1ൻ്റെ വിമാനത്തിലാണ് നടക്കുന്നത്. ഒരു പുഷ്പവിമാനമാണ്. ഞാൻ ഇനിയും പറയുന്നു, മനുഷ്യൻ്റെ ജീവിതം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന്. അപ്പോൾ മനുഷ്യൻ ഇവിടെ നിന്ന് തരംഗങ്ങളായി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കും. എവിടെ? ഔട്ടർ സ്പേസിലേക്കും. നമ്മുടെ സൗരയൂഥത്തിലല്ല, അതിനപ്പുറത്ത് ഈയിടെ കണ്ടെത്തിയിട്ടുണ്ട് 124 ലൈറ്റ് ഇയേഴ്സ് അകലെ K2-18b എന്ന ഗ്രഹത്തിൽ പ്രോട്ടോസോവ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ആദ്യമായി ഭൂമിയിലല്ലാതെ കണ്ടെത്തിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ യൂണിവേഴ്സ് 40,000 കോടി സൂര്യന്മാരുൾപ്പെട്ട, നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ഇവിടെ നിരവധി ഗ്രഹങ്ങളും അതിനോടൊപ്പമുള്ള ഉപഗ്രഹങ്ങളും ഉണ്ട്. അവിടെയെല്ലാം നമ്മളെക്കാൾ ഉയർന്നതും താഴ്ന്നതുമായ ജീവജാലങ്ങളുണ്ട്. അതിനെ നമ്മൾ യൂണിവേഴ്സ് എന്ന് വിവക്ഷിക്കുന്നു. അതിനപ്പുറത്ത് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന, കോസ്മോസ് എന്ന് പറയുന്ന 30,000 കോടി യൂണിവേഴ്സുകളുണ്ടെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് വരുന്നത്. അതിനിടയ്ക്ക് BJP RS എന്ന് പറയുന്നത് നത്തിങ്. അതെ. മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയായിരുന്നു ഒരു ധാരാളം പദവികൾ വഹിച്ചിട്ടുണ്ട്
KSU വഴിയാണ് KSU, അങ്ങനെ എങ്ങനെയായിരുന്നു ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ അല്ല, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? എൻ്റെ പ്രവർത്തനത്തെ ഞാൻ വലിയ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കുന്നില്ല, ഗുഡ് ബൈ പറയുക എന്നുള്ള എൻ്റെ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന MLA ഫണ്ടിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തുടങ്ങുക, പേരെഴുതി വെക്കുക. ഏത് ഇന്ന ഞാൻ പേരെടുത്ത് പറയുന്നത്, എല്ലാവരുടെയും പേര് നിങ്ങൾ ബസ് സ്റ്റാൻഡിലും പോകുന്ന വഴിക്കും കാണും. എന്തോ ഒരു ചീപ്പായിട്ടുള്ള പണിയാണ്. ഗവൺമെൻറ് നമ്മൾ ഉൾപ്പെടെ അടയ്ക്കുന്ന ടാക്സിൻ്റെ അകത്ത് ഫണ്ട് എടുത്ത് ഒരു MLA MPയുടെ നിർവഹിച്ചു, ശിലാസ്ഥാപനം, അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് എടുത്ത് എഴുതി വെക്കണ്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ ഷൈനിങ്ങിന് വേണ്ടി, എൻ്റെ മനസ്സിന് എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. എൻ്റെ പേര് ചുമ്മാ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മണ്ടയിൽ എഴുതി വെച്ചിരിക്കുക. കാരണം നമുക്ക് ഈ ലോകത്ത് ഒരു പ്രസക്തിയുമില്ല. ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്? വൈഫ് ജോലി ഉണ്ടോ? മക്കളൊക്കെ? ഇല്ല, വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ മോൻ അമേരിക്ക പഠിക്കാണ്. ഞങ്ങൾ 6 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. അതിൽ 5 പേരും അമേരിക്ക സെറ്റിൽഡ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാനും ഗ്രീൻ കാർഡാണ്. ഇപ്പോൾ 20 വർഷമായിട്ട് അമേരിക്ക പോയി വരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ നാടിനോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ. ഞാൻ അവിടെ വിവിധ സെമിനാറുകൾ, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇടപെടാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, നന്നായി വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും. ഹോബി അതാണോ? ഹോബി അതാ. പിന്നെ വായനയാണ് നല്ല ഹോബി. അതിനോടൊപ്പം അഡ്വഞ്ചർ പിന്നെ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ വളരെ താല്പര്യമുള്ളതാണ്. ഫോട്ടോഗ്രാഫി അല്ല, ഇങ്ങനെ പ്രകൃതിയുമായി. സിനിമ വളരെ കുറവാണ്. അല്ല, ഞാൻ ഇങ്ങനെ വലിയ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞാൽ, പ്രാക്ടിക്കലായിട്ട് അടിയന്തരമായി നമ്മൾ 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലും കൃത്യമായ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഡേറ്റാ ശേഖരണം ഉണ്ടാകും. അതനുസരിച്ച് അടുത്ത 25 വർഷത്തേക്ക് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട 9 പഞ്ചായത്തിനും ഒരു മുനിസിപ്പാലിറ്റിക്കും പൂഞ്ഞാർ നിയോജകത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകും. അടുത്ത 5 വർഷത്തേക്ക് എന്തുണ്ടാകണം, 25 വർഷത്തേക്ക് എന്തുണ്ടാകണം, അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡേറ്റാ ശേഖരണങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏജൻസികളെ വെച്ച് എൻ്റെ സെൽഫായിട്ട് ചെയ്യുവാണ്. ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആയിരിക്കും കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ MLA വളരെ തിരക്കിലാണ്. കാരണം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്. ഒപ്പം നമ്മുടെ യുവതലം, മുഖ്യമന്ത്രിയുടെ ഒരു വിഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും. യുവാക്കളെ പുറത്തേക്ക് വിടാതെ നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നിലനിർത്തണമെന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ പരിപൂർണതയിലെത്തണം. അങ്ങനെ ധാരാളം വിഷനാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, നമ്മൾ കർമ്മം ചെയ്യുക, ഫലം താനേ വന്നോളും, ഫലം ഇച്ഛിക്കേണ്ട എന്ന് തന്നെയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആശംസിക്കുകയാണ്, എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.